പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ രാജ്യത്തിലെയും പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കില്ലേ? ഞാൻ ഇങ്ങനെ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് പല രാജ്യത്തും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയ രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത പൈസ, ഇത് നമ്മുടെ UAE 5 ദിർഹമാണ്. നാട്ടിൽ ഇപ്പം ഏതാണ്ട് എത്രയാണ്, 100 രൂപയുടെ തുല്യം വരും. ഇത് നമ്മുടെ സിറിയയിലെ നാണയമാണ്, സിറിയയിലെ കറൻസിയാണ്. അവിടുത്തെ 50 ദിർഹമാണ്. ഇത് നമ്മുടെ 1 രൂപ. ഇതിപ്പോൾ ഉണ്ടെങ്കിൽ കോടീശ്വരനാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കോടീശ്വരനൊന്നുമല്ല. ഇങ്ങനെയുള്ള 1 രൂപ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഈ നാണയമാണ് കേട്ടോ. ഈ നാണയം കുറച്ചും കൂടെ സൂം ചെയ്ത് ഞാൻ കാണിക്കാം. കാരണം അന്നൊക്കെ ഈ പൈസയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് സൂക്ഷിക്കാറില്ല. അങ്ങനെ തന്നെ നാട്ടിലോട്ടായിരിക്കും കാശൊക്കെ എടുത്ത്. ഇത് നമ്മുടെ നാട്ടിലെ 10 പൈസ, 20 പൈസ, 25 പൈസ, അങ്ങനെ. ഇത് ഓരോ രാജ്യത്തെയാണ്. ഒമാനിലെ ഉണ്ട്, UAE ഉണ്ട്, ഖത്തറിലെ ഉണ്ട്, സൗദി അറേബ്യയുടെ ഉണ്ട്, കുവൈറ്റിലെ നാണയമുണ്ട്. അതുപോലെ തന്നെ ചൈനയിലെ നാണയമുണ്ട്. നമ്മൾ ഈ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് പോയ രാജ്യങ്ങളിലേക്ക് കളക്ട് ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലെ 5 പൈസ. ഇത് ഓർക്കുന്നുണ്ടോ? ഈ 5 പൈസയൊക്കെ. ഇത് 1 പൈസ. 5 പൈസ കൊടുത്ത് അന്ന് ഒരു മിഠായി കിട്ടുമായിരുന്നു കേട്ടോ. 1 പൈസയ്ക്ക് മിഠായി കിട്ടുമായിരുന്നു. 1 പൈസയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ അന്ന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. ഇത് ഓരോ രാജ്യത്തെയാണ്. ഇരുപത് പൈസ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 20 പൈസ നാട്ടിലെ 20 പൈസയുണ്ട്, 25 പൈസയുണ്ട്, 10 പൈസയുണ്ട്, 2 പൈസയില്ല, 1 പൈസയൊക്കെ ഉണ്ട്. ഇത് 10 പൈസ. ഈ പൈസയുടെ കളക്ഷനെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മിക്ക 10 പൈസയൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തല്ലോ, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തല്ലോ. 10 പൈസ 1 രൂപയുടെ തന്നെ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം ഈ ചില്ലറ പൈസ കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിൻ്റെ കറൻസി കളക്ട് ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.